എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുകൾ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്, നമ്മൾ പുതുതായിട്ട് കടായി അല്ലെങ്കിൽ ഫ്രൈങ് പാനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നേരെ അടുപ്പിൽ വെച്ച് ചൂടാക്കുകയാണല്ലേ പതിവ്. അങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ നടുഭാഗം പൊങ്ങി വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അത് സൈഡിലേക്ക് ഒഴുകി പോകാറാണ് പതിവ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 1-2 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിൻ്റെ മൂടി കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിലെ സ്റ്റിക്കർ ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മൂടി നല്ല ചൂടായി വരുമ്പോൾ ഈ സ്റ്റിക്കർ ഇളക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് പിന്നെ നമ്മൾ വേറെ മെനക്കെടേണ്ട കാര്യമില്ല. എന്നിട്ട് ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അത് പോയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതായത് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലുള്ള സ്റ്റിക്കറും ഇതുപോലെ തന്നെ റിമൂവ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടാണെങ്കിൽ കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനിത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിഭാഗം പൊങ്ങി വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, ചപ്പാത്തി കോല്, ചപ്പാത്തി പലക അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുമ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തിയതിന് ശേഷം ക്ലീൻ ആക്കി വെക്കുമല്ലേ. അപ്പോൾ ഇതിന് ഉള്ളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടായിരിക്കും. അതിനകത്തൊക്കെ മാവിൻ്റെ അംശമൊക്കെ പോയിട്ടിരിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ക്രബൊക്കെ വെച്ചിട്ട് ഉരച്ചാലും ചിലപ്പോൾ അത് പോകാൻ വേണ്ടി ചാൻസ് ഇല്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ അത്. ആദ്യം ഇതുപോലെ ഇതൊന്ന് നനച്ചെടുക്കുക. നനച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ലപോലെ ഒന്ന് തിരുമ്മി കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്ക്രബ്ബർ വെച്ചിട്ടാണെങ്കിലും ഇതിന് മുകളിലൊന്ന് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ കഴുകി കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളിലൊക്കെ ഇരിക്കുന്നതൊക്കെ പോയി കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല ഇതുപോലെ കഴുകിയെടുക്കുകയാണെങ്കിൽ സോപ്പിൻ്റെ അംശമൊന്നും ആ സുഷിരത്തിലൊന്നും പോയിരിക്കുകയില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ റിമൂവായി പോകുന്നതായിരിക്കും. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കുക. ഒന്നല്ലേ വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ തനിയെ ഉണങ്ങാൻ വേണ്ടി വിടുക. ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടി ഒരു ടവൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ പൂത്തൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ പൂപ്പലൊന്നും പിടിക്കുകയില്ല. അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും പൂത്ത് പോകാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അടുത്ത ടിപ്പ്, നമ്മുടെ ഉപ്പ് ഇട്ട് വെക്കുന്ന പാത്രം നമ്മൾ മിക്കവാറും കുക്കിംഗ് ചെയ്യുന്ന സൈഡിലായിരിക്കും അല്ലേ വെച്ചിട്ടുണ്ടാവുക. അതുപോലെ കുക്കിംഗ് ഓയിലൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കുന്നത് കാണാം അതിൻ്റെ അടപ്പൊക്കെ ചില സമയത്ത്. അങ്ങനെ ഒട്ടൽ വരുന്ന സമയത്ത് കുപ്പി കാലിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. 1-2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടവൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒട്ടലൊക്കെ പോയി കിട്ടും. മാത്രമല്ല കുപ്പിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടുകയും കൂടെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പ്, ഉപ്പിനകത്ത് ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട പിടിച്ച് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ടല്ലേ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ചിരട്ടയുടെ കഷ്ണം ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ചിരട്ട കഷ്ണം ആ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഉപ്പ് എപ്പോഴും പൊടിയായിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ അരിപ്പാത്രത്തിൽ നമുക്ക് ഇതുപോലെ ചിരട്ട കഷ്ണം ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ. ഏതരിയാണെങ്കിലും അരി ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ചിരട്ട കഷ്ണങ്ങൾ ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കട്ട പിടിച്ചിട്ട് അതുപോലെ പുഴുക്കട്ടയൊക്കെ പിടിക്കില്ല, അതൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, ഇതുപോലെയുള്ള ചില്ലിൻ്റെ അടപ്പുണ്ടല്ലോ, അടപ്പ് നമ്മൾ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു മങ്ങലായിരിക്കും അല്ലെങ്കിൽ ഒരു തെളിച്ചമില്ലാതെ ഇരിക്കും. അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഡെയിലി ചായയൊക്കെ വെക്കുമ്പോൾ ചായയുടെ മട്ട് ഒന്നല്ലേ നമ്മൾ വേസ്റ്റിലിടും അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണല്ലേ പതിവ്. ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെയുള്ള അടപ്പോ അതുപോലെ അല്ലെങ്കിൽ പഴയ ചില്ലിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചായമട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകവും പുറവും നല്ലപോലെ ഒന്ന് ഇതുപോലെ ഉരച്ച് കഴുകുക കേട്ടോ. സ്ക്രബ്ബർ വെച്ചിട്ട് വേണമെങ്കിലും ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ നീരോ നാരങ്ങയുടെ തൊലി വെച്ചിട്ടും കൂടെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ള മങ്ങലൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം.
ഇപ്പോൾ കണ്ടോ, മുമ്പത്തേനേക്കാളും നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, നമ്മൾ പരിപ്പൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ പരിപ്പിൽ ചെറിയ പ്രാണികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം പരിപ്പൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്ത് കുത്തലൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇത് കായം കേട്ടോ, പെരിങ്കായം, ഇത് ചെറിയ പീസസ് ആയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാരണം ഇതിനകത്തൊരു പ്രാണി വരുവല്ല കേട്ടോ. അല്ലെങ്കിൽ ഗ്രാമ്പൂ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഗ്രാമ്പൂ ഇട്ടിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇതുപോലെ കായത്തിൻ്റെ ചെറിയ പീസാക്കിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ പരിപ്പിനകത്ത് കുറച്ച് നല്ലപോലെ എണ്ണ പുരട്ടിയിട്ട് ഇട്ട് കൊടുത്താലും പ്രാണികളൊന്നും വരുവല്ല. അതുപോലെ തന്നെ വെയിലത്ത് വെച്ച് 1-2 ദിവസം നല്ലപോലെ വെയിൽ കൊള്ളിച്ചിട്ട് എടുത്തിട്ട് വെക്കാവുന്നതുമാണ് കേട്ടോ. ഒന്നും അല്ലെങ്കിൽ ഇത് അടുപ്പത്ത് ഒരു ഫ്രൈ പാനി വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം, ചൂടാറിയതിന് ശേഷം എടുത്തു വെച്ചാലും കുറച്ചധികം നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ടിപ്പ്, ഇതുപോലെയുള്ള മുളക് നമ്മൾ കടുക് വറുക്കുമ്പോഴൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കും അല്ലേ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് പൂത്ത് പോകുന്നതായിട്ട് കാണാം. അങ്ങനെ പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ പറയാൻ പോകുന്നത്. പൂത്ത മുളക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും തന്നെ പൂത്ത മുളക് ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൂത്ത മുളക് ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ വരെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. ഇട്ട് വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ മതി കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കുന്നതായിരിക്കും, പൂത്തു പോവുകയില്ല. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് അതുപോലെ തന്നെ അടച്ച് തിരിച്ച് പാത്രം വെച്ചിരുന്നാൽ മതി. ഇത് നമ്മൾ വെളിയിൽ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് കാറ്റൊക്കെ കയറിയിട്ട് പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോവുകയാണ് കേട്ടോ പതിവ്. അപ്പോൾ നമുക്ക് പൂത്തു പോകുന്ന മുളക് പിന്നെ ഉപയോഗിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുളകൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഇത് ഒരു ചെറിയ പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിരുന്നാൽ മാത്രം മതി. ഈ ടിപ്പ് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അറിയത്തില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ മുളകൊന്നും പൂത്തു പോകുന്നതേ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.